ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് മലയും ആറും അരുവികളും ഒക്കെ താണ്ടി നമ്മൾ നേരെ അച്ചൻകോവിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പുനലൂർ തൂക്കോലമാണ്. ഇവിടെ വരാനാണെങ്കിൽ ടിക്കറ്റൊന്നും വേണ്ട. കാണാനൊക്കെ അടിപൊളി പാലമാണ് കേട്ടത്. അതേപോലെ തന്നെ നമുക്ക് ഈ പാലം ഒന്ന് കണ്ടിട്ട് നേരെ നമുക്ക് അച്ചൻകോവിലേക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ പുനലൂർ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പത്തനാപുരം റൂട്ടിൽ വരുമ്പം അലിമുക്ക് എന്ന് പറഞ്ഞ ജംഗ്ഷനുണ്ട്. ഇവിടുന്ന് റൈറ്റ് തിരിഞ്ഞ് പോകുന്നതാണ് അച്ചൻകോവിലേക്ക് പോകുന്ന റോഡ്. കുറച്ച് ഭാഗങ്ങളിൽ വീടുണ്ട്. അത് കഴിഞ്ഞാൽ പൂർണ്ണമായി വനവും എസ്റ്റേറ്റും അരുവികളും ആറുമായിട്ടങ്ങ് മാറും. അപ്പോൾ നമുക്ക് നേരെ ഈ കാഴ്ചകൾ കണ്ട് നേരെ നമുക്ക് അച്ചൻകോവിലേക്ക് പോകാം. ഇനി നമുക്ക് കുറച്ച് റബ്ബറും തോട്ടം കാണാം. ഈ വനത്തിൻ്റെ ഒരു ഭംഗി സത്യം പറഞ്ഞാൽ കളയുന്നത് റബ്ബറും തോട്ടം തന്നെയാണ് ഇത്. പക്ഷേ കുറേ ആൾക്കാരുടെ ജീവിതമാർഗ്ഗമാണിത്. മുള്ളമല എസ്റ്റേറ്റാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ വീണ്ടും വനമാണ്. അച്ചൻകോവിൽ പോകുന്ന റോഡും ഈ റോഡും കൂടി കൂട്ടിമുട്ടി ഒറ്റപ്പാതയായിട്ട് പിന്നെ പോവുകയാണ് കേട്ടോ.
അങ്ങനെ നമ്മളിപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്ന റോഡിൻ്റെ ഇട സൈഡ് അച്ചൻകോലാറാണ് കേട്ടോ. ഇനി അച്ചൻകോലാറും ഈ റോഡും കൂടി ഒരേ നിരപ്പിൽ കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പം കാണാൻ പറ്റും. അടിപൊളിയാണത്. അങ്ങനെ അച്ചൻകോലാറും നമ്മൾ അച്ചൻകോലിലോട്ട് പോകുന്ന റോഡും ഒരേ ലെവലിൽ എത്തിയിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടത്. ഞാൻ പറഞ്ഞായിരുന്നു കുറച്ച് മുമ്പോട്ടൊരു പോകേണ്ടത്. അപ്പോൾ സംഭവം നല്ല ശാന്തമായിട്ട് ഒഴുകുന്ന അച്ചൻകോലാറ്. പിന്നെ ഇവിടെ ആഴമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ മൃഗങ്ങൾ ഏത് നിമിഷം വരെ, ആന അതുപോലത്തെ വന്യമൃഗങ്ങൾ ഏതെങ്കിലും വെള്ളം കുടിക്കാൻ വരെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് കുളിക്കാനൊക്കെ നമുക്ക് പറ്റുന്ന സ്ഥലമാണ്. പക്ഷേ കുളിക്കാതിരിക്കുന്നത് നല്ലത്. ഫോറസ്റ്റുകാർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പണി കിട്ടും. അതുകൊണ്ട് തന്നെ നമ്മളിത് കണ്ടിട്ട് നമ്മൾ മാക്സിമം ഇവിടുന്ന് പോകുന്നതാണ് നല്ലത്. കുറച്ച് നേരം നമുക്ക് ഇവിടെ നിൽക്കാം. കൂടുതൽ നേരം ഇവിടെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മൃഗങ്ങൾ വന്നു കഴിഞ്ഞാൽ അറിയത്തില്ല. ഈ വഴി കൂടെ അച്ചൻകോല് പോകാൻ വേണ്ടി 2 ബസ്സുണ്ട്. അത് പുനലൂരിൽ നിന്നാണ്. ഒന്ന് KSRTCയും ഒന്ന് പ്രൈവറ്റ് ബസ്സും. അങ്ങനെ നമ്മളിപ്പോൾ അച്ചൻകോലെത്തി കേട്ടോ. കുറച്ച് ദൂരം കൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ അച്ചൻകോൽ അമ്പലത്തിൻ്റെ അവിടെ എത്തും. അങ്ങനെ നമ്മൾ ഈ കാണുന്നത് അച്ചൻകോൽ ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ടാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പാമ്പ് കടിച്ച് ഏത് സമയത്ത് വന്നാലും, നട അടച്ച സമയത്ത് വന്നാലും നട തുറന്ന് ശ്രീകോവിൽ തുറന്ന് ഭഗവാന്റെ കയ്യിലെ കളഭവും തീർത്ഥവും പാമ്പ് കടിച്ച് കിടക്കുന്ന വ്യക്തിക്ക് കൊടുത്ത് മാറുമെന്നാണ് വിശ്വാസം. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.